Question number 26. A part convert 300 degree into radians. Convert 300 degree into radians. 300 degree is equal to radian measure pi നമുക്ക് വേണം. അപ്പോൾ പൈ ബൈ 180 കൊണ്ട് ഗുണിക്കുക. പൈ മോളിൽ വരത്തക്ക വിധം എന്നാലേ നമ്മുടെ ആൻസറിൽ പൈ വരുള്ളൂ. 300 ഇൻറ്റു പൈ ബൈ 180 അത് വെട്ടിക്കളഞ്ഞതാണ്. 5/3 പൈ എന്ന് കിട്ടും. ഒന്നിൽ സി റേഡിയൻ്റെ സിമ്പിൾ അല്ലെങ്കിൽ ഒന്നും ഇടാതിരിക്കാം. Consider the circle centered at O having diameter 4 units. If angle AOB pi by 3, find the length of arc ACB. ഈ വലിയ ആർക്കിൻ്റെ നീളമാണ് ചോദിച്ചേക്കുന്നത്. ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ 4 യൂണിറ്റ്, അപ്പോൾ റേഡിയസ് 2 യൂണിറ്റാണ്. ആംഗിൾ AOB 60 ഡിഗ്രി പൈ ബൈ 3 ആണ്. ലെങ്ത് ഓഫ് ദി ആർക്ക് ACB ആണ് കാണേണ്ടത്. നമുക്കറിയാം L = R θ എന്നൊരു ഫോർമുലയുണ്ട്. 6/2 തീറ്റ. ACBയുടെ നീളം ചോദിക്കുമ്പോൾ ഈ ഉള്ളിലെ ആംഗിളല്ല, ഉള്ളിലെ ആംഗിള് ഈ ചെറിയ ആർക്കിൻ്റെ 2 അഗ്രബിന്ദുക്കൾ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. നമുക്ക് ഈ വലിയ ആർക്കിൻ്റെ നീളമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പുറത്തെ ആംഗിളാണ് വേണ്ടത്. ആ 2 അഗ്രബിന്ദുക്കളിൽ നിന്ന് സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ ഈ പുറത്തെ ആംഗിളാണ്. ടോട്ടൽ 360 ആണ്. ഇത് 60 ഉണ്ട്. അപ്പോൾ ഈ പുറത്തെ ആംഗിള് 300 ഡിഗ്രിയാണ്. 300 ഡിഗ്രിയാണ് ഈ എഴുതിയിരിക്കുന്നത്. 5 പൈ ബൈ 3. പൈ ബൈ 3 60 ആയതുകൊണ്ട് 5 പൈ ബൈ 3. അപ്പോൾ L = R θ എന്ന ഫോർമുലയിൽ 6 കിട്ടി, 2 തീറ്റ കിട്ടി, 5 പൈ ബൈ 3, 10 പൈ ബൈ 3 ആൻസർ കിട്ടി. 10 × 3.1 2/3 10.47 യൂണിറ്റ്. അങ്ങനെ എ പാർട്ടും ബി പാർട്ടും തീർന്നു. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദി ഗ്രാഫ് ഓഫ് എഫക്ട്സ്. ഈ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. സി ആംഗിൾസ് ആണ്. എക്സ് അക്ഷത്തിൽ, വൈ അക്ഷത്തിൽ 1ഉം -1ഉം 0യുമാണ്. 0 ഡിഗ്രിക്ക് 0 ആണ് വില വന്നേക്കണേ. 90 ഡിഗ്രിക്ക് 1 ആണ് വന്നിരിക്കുന്നത്. 180 ഡിഗ്രിക്ക് 0 ആണ്. 270 ഡിഗ്രിക്ക് -1 ആണ്. 360 ഡിഗ്രിക്ക് 0 ആണ്. -90 ഡിഗ്രിക്ക് -1 ആണ്. -180 ഡിഗ്രിക്ക് 0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തിൻ്റെ ഗ്രാഫാണെന്ന് മനസ്സിലായി. സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. സൈൻ 0 0, സൈൻ 90 1, സൈൻ 180 0, സൈൻ 270 -1, സൈൻ 360 0, സൈൻ -90 -1, സൈൻ -180 0. ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് എഫക്ട്സ്? ഈ ഗ്രാഫിൻ്റെ ഏറ്റവും കൂടിയ വില എന്ന് പറയുന്നത് ഇതാണ്. 1 ആണ് ആൻസർ. ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ്, ഇനി കുറഞ്ഞ വില ചോദിച്ചാൽ ഇതാണ് ആൻസർ, -1. വൈ വിലയാണ് ഫംഗ്ഷൻ്റെ വില, ഗ്രാഫിൻ്റെ വില. അപ്പം മാക്സിമം വില 1, മിനിമം വില -1. ഡൊമൈൻ ഓഫ് ആൻഡ് റേഞ്ച് ഓഫ് എഫക്ട്സ്. ഈ ഗ്രാഫ് വരയ്ക്കാൻ ഏതൊക്കെ എക്സ് വിലകൾ എടുത്തു? ഇതിങ്ങനെ അങ്ങ് പോവുകയാണ്, ഗ്രാഫ് നീണ്ടു പോവുകയാണ്. അപ്പോൾ എക്സ് അക്ഷത്തിൽ എല്ലാ വിലകളും എടുക്കുന്നുണ്ട്. ഈ 180ക്കും 270ക്കും ഇടയ്ക്കുള്ള ചെറിയ ചെറിയ വിലകൾക്കെല്ലാം ഇവിടെ പോയിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ആർ കംപ്ലീറ്റ് ഉണ്ട്. ഡൊമൈൻ എക്സ് വിലയായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡൊമൈൻ ക്യാപിറ്റൽ ആർ ആണ്. റേഞ്ച് എന്ന് വെച്ചാൽ ഏതൊക്കെ വൈ വിലകളാണ് ഈ ഗ്രാഫിന് ഇതിൽ വന്നിരിക്കുന്ന പോയിൻറ്റുകൾക്ക് വന്നത്. അത് കൃത്യം 1ഉം -1ഉം മാത്രമേ വന്നിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ള വിലകളേ വന്നിട്ടുള്ളൂ. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻറ്റിൽ 1നും -1നും ഇടയ്ക്കുള്ള വൈ വിലയാണ്. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിലും 0ക്കും 1നും ഇടയ്ക്കുള്ളൊരു വൈ വിലയാണ്. ചുരുക്കി പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 ആണ് വൈക്ക് എടുത്തിരിക്കുന്ന വിലകൾ. അപ്പോൾ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. വാട്ട് ആർ ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ എഫക്ട്സ് 0? എഫക്ട്സ് 0 വരുന്ന ഈ ഫംഗ്ഷൻ്റെ വില 0 വരുന്ന സ്ഥലങ്ങൾ ഇത്. 1 -180, ഇവിടെ 0, ഇവിടെ 180, ഇവിടെ 360. പക്ഷേ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു കണ്ടീഷനുണ്ട്. 0 ഡിഗ്രി < x < 2π എന്ന്. അപ്പോൾ 0 ഉൾപ്പെടെ 2π വരെയുള്ളത് 0യും പൈയും മാത്രമേ ഉള്ളൂ. സൈൻ എക്സ് 0 വരുന്നത് 0യും പൈയും മാത്രമേ ഉള്ളൂ. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സ് 3/4 ആണെങ്കിൽ സൈൻ 2x കാണുക. നമുക്ക് എടുത്ത് സോൾവ് ചെയ്ത് എങ്ങനെയെങ്കിലും സൈൻ 2x കിട്ടുമോ നോക്കാം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സ് ആണ് 3/4. നമുക്ക് 4 കൊണ്ട് ഈ 4 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 × സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സ് = 3. 3യും കൂടി ഇവിടെ കൊണ്ടുവന്നപ്പോൾ -3 = 0.
4 sin square x പ്ലസ് 4 sin x മൈനസ് ടി 0. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇൻ sin x ആണ്. a 4 b 4 c -3. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്താൽ sin x-ൻ്റെ വിലയാണ് കിട്ടുന്നത്. -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2a. അപ്പോൾ -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 മൈനസ് 4 ഇൻറ്റു 4 ഇൻറ്റു -3/2 ഇൻറ്റു 4 -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 16 പ്ലസ് 48/8 -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് 64/8 -4 പ്ലസ് ഓർ മൈനസ് 8/8 -4 പ്ലസ് 8/8 ഓർ -4 മൈനസ് 8/8 ഇവിടെ 4/8 ഓർ മൈനസ് 12/8 1/2 ഓർ മൈനസ് 3/2. ഒരിക്കലും സൈൻ വില -3/2 വരില്ല. അതുകൊണ്ട് സൈൻ എക്സിൻ്റെ വില 1/2. കാരണം സൈൻ എക്സിൻ്റെ മാക്സിമം വില 1, മിനിമം വില -1. ഇത് ഈ മിനിമത്തേക്കാൾ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും -1 മുതലാണ് സൈൻ എക്സിന് വില വരുള്ളൂ. അപ്പോൾ -3/2 -1.5 എടുക്കത്തില്ല. അപ്പോൾ സൈൻ എക്സ് 1/2 ആണ്. ഇനി നമ്മളോട് സൈൻ എക്സിൻ്റെ വില കിട്ടി. നമുക്ക് സൈൻ 2x-ൻ്റെ വിലയാണ് വേണ്ടത്. സൈൻ 2x-ന് 2 സൈനസ് കോസസ് എന്നാണ് ഫോർമുല. അപ്പോൾ കോസസും കൂടി അറിഞ്ഞാലേ പറ്റുള്ളൂ. നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കാം. ഇവിടെ റൈറ്റ് ആംഗിൾ വരുന്നത് സൈൻ എക്സ് 1/2 എന്ന് പറയുമ്പോൾ എക്സ് എന്ന ആംഗിൾ ഇതാണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് 1/2. അപ്പോൾ ഈ സൈഡ് കാണാനുണ്ട്. നിങ്ങൾക്കറിയാം ഇത് √3 ആണ്. റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ അങ്ങനെ √3 കിട്ടി. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എക്സ് എന്ന ആംഗിളിൻ്റെ. അപ്പോൾ √3/2. അപ്പോൾ സൈൻ 2x കാണാൻ പറ്റി. 2 സൈനസ് കോസസ് എന്ന ഫോർമുല വെച്ച് 2 ഇൻറ്റു സൈൻ എക്സ് 1/2 കോസ് എക്സ് √3/2. അപ്പോൾ നമുക്ക് √3/2 എന്ന് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ സൈൻ 2x √3/2ൻ്റെ ജനറൽ സൊല്യൂഷൻ കാണുക അല്ലെങ്കിൽ സോൾവ് ചെയ്യുക എന്നാണ്. സൈൻ 2x √3/2 സൈൻ 2x √3/2 നമുക്ക് ഈക്വൽ ടു 0 അല്ല. സൊല്യൂഷൻ്റെ ഫോർമുല 2 സൈസ് ഉണ്ട്. RHS 0 വരുന്നതും RHSൽ സൈൻ ഒരു ആംഗിൾ ഇട്ട് വരുന്നതും. രണ്ടാമത്തെ ടൈപ്പിലാണ് ഈ കണക്ക് വരുന്നത്. സൈൻ 2x √3/2. അപ്പോൾ √3/2നെ നമുക്ക് സൈൻ 60 എന്ന് പറയാം. സൈൻ 60 ആണ് √3/2. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. സൈൻ എക്സ് ഈസിക്കൽ ടു സൈൻ വൈ ഇംപ്ലൈസ് എക്സ് ഈസിക്കൽ ടു nπ പ്ലസ് -1/n ഇൻറ്റു വൈ n ബിലോങ്സ് ടു z. അപ്പോൾ ഈ ഫോർമുലയുടെ ഈ LHSമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 2x ആണെന്നും വൈയുടെ സ്ഥാനത്ത് π/3 ആണെന്നും മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം 2x ഈസിക്കൽ ടു nπ പ്ലസ് -1/n ഇൻറ്റു π/3. 2x is equal to nπ പ്ലസ് -1/n ഇൻറ്റു π/3. നമുക്ക് 2x അല്ല വേണ്ടത്. ഈ എക്സിൻ്റെ സ്ഥാനത്ത് 2x വൈയുടെ സ്ഥാനത്ത് π/3 ഇട്ട് പറഞ്ഞു. പക്ഷേ x ആണ് വേണ്ടത്. രണ്ടുകൊണ്ട് മൊത്തം ഹരിക്കുക 2 സൈഡ്. അപ്പോൾ x is equal to n π/2 പ്ലസ് -1/n ഇൻറ്റു π/6 n ബിലോങ്സ് ടു z. ഫൈൻഡ് ജനറൽ ആൻഡ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് cos x 1/2. cos x 1/2 എന്ന് പറയുമ്പോൾ x 60 ഡിഗ്രിയാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ 60ൻ്റെ മൾട്ടിപ്പിൾസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്തിൽ കിടപ്പുണ്ട്. കോസ് പോസിറ്റീവ് വരുന്ന സ്ഥലം ഫസ്റ്റിലും ഫോർത്തിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോർത്തിലുള്ള 60ൻ്റെ മൾട്ടിപ്പിൾ 300 ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും അത് ആൻസറായിട്ട് എടുക്കാം. 60 ഡിഗ്രിയും 300 ഡിഗ്രിയാണ് ആൻസർ. അത് റേഡിയം മെഷറി പറയണമെന്നുണ്ട്. π/3 5 π/3. ഇനി ജനറൽ സൊല്യൂഷൻ കാണാൻ ചോദിച്ചാൽ cos x 1/2 cos x cos π/3 ആദ്യത്തെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഇട്ട് നമുക്ക് എഴുതാം. നമ്മുടെ ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. cos x is equal to cos y implies x is equal to 2nπ plus or minus y n belongs to z. അപ്പോൾ x is equal to 2nπ plus or minus π/3 n belongs to z എന്ന് കിട്ടും. അടുത്ത ഈ tan x/2 2/3 ആണെങ്കിൽ sec x കാണുക. അപ്പോൾ tan x/2 2/3 sec x ഫോർമുല നമുക്കുണ്ട്. ഏത് ഫോർമുല വെച്ചാൽ tan 2x is equal to 2 tan x/1 minus tan square x എന്നൊരു ഫോർമുലയുണ്ട്. അപ്പോൾ tan 2x 2 tan x/1 minus tan square x എന്ന ഫോർമുലയിൽ എല്ലായിടവും ആംഗിൾ പകുതിയാകുമ്പോൾ ഇവിടെ tan x is equal to 2 tan x/2/1 minus tan square x/2 എന്ന് വരും. അങ്ങനെ നമുക്ക് tan x/2ൻ്റെ വില 2/3 കൊടുക്കാറായി. 2 ഇൻറ്റു 2/3/1 മൈനസ് 2/3 ഹോൾ സ്ക്വയർ, അതായത് 4/3/1 മൈനസ് 4/9 4/3/9/9 മൈനസ് 4/9 5/9 4/3 ഇൻറ്റു 9/5. അപ്പോൾ 12/5 എന്ന് കിട്ടി.
ടാനക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീക്കസ് കിട്ടാൻ വേണ്ടി ഫോർമുലയുണ്ട്. C²x = 1 + tan²x എന്നുണ്ട്. അപ്പോൾ 1 പ്ലസ് നമുക്ക് ടാനക്സ് ആണ് ഇപ്പോൾ കിട്ടിയത് 12/5². 1 + 144/25 25 LC എടുക്കുമ്പോൾ 25 + 144 169/25 C²x ആണ്. അപ്പോൾ സീക്കസ് അതിൻ്റെ റൂട്ട് 13/5. നമ്മൾ നോക്കാം. tan s/2ൻ്റെ വില തന്നിട്ടാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ tan 2x 2 tan x/1 - tan²x എന്ന ഫോർമുലയിൽ രണ്ട് സൈഡിലെ ആംഗിൾ പകുതിയാക്കുമ്പോൾ tan x = 2 tan s/2/1 - tan²x/2 tan s/2 2/3 എന്ന വില ഇതിലിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ 12/5 എന്ന് tan xൻ്റെ വില കിട്ടും. C²x 1 + tan²x എന്നൊരു ഫോർമുല സീക്കസും tan xും കൂടി കണക്ട് ചെയ്തുണ്ട്. ആ വില ഇടുമ്പോൾ നമുക്ക് 169/25 എന്ന C²x കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ റൂട്ട് എടുത്താണ് സീക്കസ് 12/5 എത്തുന്നത്. 12 അല്ല 13/5 എത്തുന്നത്. അതിന് കൺസിഡർ ട്രയാങ്കിൾ ABC AB 12 യൂണിറ്റ്, BC 13 യൂണിറ്റ്, AC 5 യൂണിറ്റ്. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. AC 5 യൂണിറ്റ്, AB 12 യൂണിറ്റ്, BC 13 യൂണിറ്റ്. ഈ സൈഡ് കണ്ടാൽ തന്നെ അറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയത്. 5² + 12² ആണ് 13². അവർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും സൈഡ് കാണുമ്പോൾ തന്നെ നമ്മൾ മട്ടത്രികോണമാണ് വരയ്ക്കേണ്ടത്. sin B sin 2B ഇത് രണ്ടും കണ്ടുവച്ചാൽ മതി. പടത്തിൽ നിന്ന് കാണാവുന്ന കാര്യമുള്ളൂ. sin B ഇത് 90°. sin B എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 5/13. cos B കൂടെ ഉണ്ടെങ്കിൽ sin 2B കാണാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഫോർമുല 2 sin B cos B ആണ്. cos B എന്താണ് 12/13 അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ 2 × 5/13 × 12/13 120/169. 31ാമത്തെ ക്വസ്റ്റ്യൻ കൺസിഡർ ട്രയാങ്കിൾ ABC 31 32 33 34 ഇവിടെ തീർത്തേക്കാം കാരണം കുറേ നാളുകളായിട്ട് ക്ലാസ് ഉണ്ടാകുന്നല്ലേ. 31 കൺസിഡർ ട്രയാങ്കിൾ ABC ഷോൺ ഇൻ ദ ഫിഗർ AB 2 യൂണിറ്റ്. ഫൈൻഡ് ലെങ്ത് ഓഫ് സൈഡ്സ് AC ആൻഡ് BC. AC-യുടെയും BC-യുടെയും നീളം കാണുക. അപ്പോൾ പടത്തിലെ പോലെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇവിടെ 30°, ഇവിടെ 120°, അങ്ങനെയാണ് തന്നേക്കുന്നത്. ഈ സൈഡ് മാത്രം 2 യൂണിറ്റ് AB. ആംഗിൾ B കാണാനായിട്ട് 180 ഈ രണ്ടോടെ കൂട്ടിയ 150 കുറച്ച് 30° കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിളും കിട്ടി. അപ്പോൾ A/sin A, B/sin B, C/sin C എന്ന സൈൻ ലോ വെച്ച് A എന്ന് പറയുന്നത് സ്മോൾ a ആംഗിളേക്കുള്ള ഓപ്പോസിറ്റ് സൈഡ് BC ആണ്. ബൈ sin A sin 30 ഈസ് ഈക്വൽ ടു B എന്ന് പറഞ്ഞ ആംഗിൾ Bക്കെതിരെയുള്ള AC ആണ്. ബൈ അവിടുത്തെ ആംഗിൾ sin 30 എന്നാണ് B കിട്ടിയത്. ഈക്വൽ ടു C ബൈ ആംഗിൾ Cക്കെതിരെയുള്ള സൈഡ് 2 യൂണിറ്റ് ആണ്. ബൈ അതിന് sin 120 അങ്ങനെ നമുക്കത് പൂരിപ്പിക്കാൻ പറ്റും. ഇനി BC ബൈ sin 30 AB ബൈ sin 120 എടുത്താൽ ABയുടെ വില മാത്രം 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടം വരെ ചെറുതായിട്ട് വിലകളെല്ലാം കൊടുക്കത്തക്ക വിധം ഉള്ളതാണ്. ABക്ക് വിലയുണ്ട്, sin 30ക്ക് വിലയുണ്ട് 1/2, sin 120 sin 90 + 30 വെച്ച് കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ കോ ഫംഗ്ഷൻ വരും cos 30. 120ൻ്റെ സ്ഥാനം സെക്കൻഡിലാണ്. സെക്കൻഡിൽ പക്ഷേ S ആണ്. സൈനോ കൊസിക്കോ ആണോ പോസിറ്റീവ് അതെ, അതുകൊണ്ട് ആൻസർ പോസിറ്റീവ് cos 30. ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ വെട്ടിപ്പോയി 1 ആണ് BC ഇൻറ്റു അല്ലെങ്കിൽ ഇത് 2 മുകളിലോട്ടെടുത്ത് 2BC ആണ് 2/cos 30. 2BC ആണ് 2/√3/2. അപ്പോൾ BC ആണ് 1/√3/2 അതായത് 2/√3. അങ്ങനെ ആ പടം ശരിക്കും വരച്ചാണ് 30 ഇത് 30 കിട്ടിയായിരുന്നു 120. Cക്കെതിരെ സ്മോൾ c, Aക്കെതിരെ സ്മോൾ a, Bക്കെതിരെ സ്മോൾ b. ഒരു സൈഡ് BC നമുക്ക് കിട്ടി. ഇനി AC കൂടെ കിട്ടി വെച്ചാൽ മതി. BC കിട്ടിയ സ്ഥിതിക്ക് BC ബൈ BC എന്നാ AC/sin 30 BC/sin 30 എടുത്താൽ മതി. ഏതാ AC ആണ് ഇനി കാണേണ്ടതുള്ളൂ. AC/sin 30 BC/sin 30 എടുത്താൽ മതി. അപ്പോൾ നമുക്ക് BC കിട്ടിയ സ്ഥിതിക്ക് AC പെട്ടെന്ന് എഴുതാം. BC/sin 30 ഈസ് ഈക്വൽ ടു AC/sin 30. നമുക്കറിയാം രണ്ടും ഒരേ വിലയാണ്. അപ്പോൾ ACയും BC സെയിം ആണ്. BC 2/√3 ആണ് കിട്ടിയത്. അപ്പോൾ ACയും എന്ത് തന്നെയാണ് 2/√3. രണ്ട് ഫ്രാക്ഷൻസ് ഈക്വലാണ്. അവയുടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ സെയിം ആണ്. അങ്ങനെ ACയും 2/√3 എന്ന് എഴുതാൻ പറ്റും. 32 ഇനി അതിന് വേറെ പിരിവുണ്ടോ? ഇല്ല. 30ാമത്തെ കണക്കിനകത്ത്
30 31 നമ്മുടെ ക്വസ്റ്റ്യൻ. 31 എ സിയുടെയും ബി സിയുടെയും നീളം കാണാൻ മാത്രമേ ഉള്ളൂ. 32 കൺസിഡർ ട്രയാങ്കിൾ എ ബി സി വിത്ത് എ ബി 5 യൂണിറ്റ്, ബി സി 4 യൂണിറ്റ്, എ സി 3 യൂണിറ്റ്. കോസൈൻ കാണുക. കോസൈൻ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് 3/5 അത്രയേ ഉള്ളൂ. ഫൈൻഡ് സൈൻ 150 ഡിഗ്രി. സൈൻ 150 ഡിഗ്രി സൈൻ 90 + 60. 90 വരുമ്പോൾ കോ ഫംഗ്ഷൻ cos 60. ഇത് 150ൻ്റെ സ്ഥാനം സെക്കൻഡിൽ ശേഷം എസ് അത് തന്നെയാണ്. അപ്പോൾ സൈനോ കോസിക്കോ ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ പോസിറ്റീവ്. പോസിറ്റീവ് 1/2. അറേഞ്ചിൻ അസെൻഡിങ് ഓർഡർ. സൈൻ 100 സൈൻ 180 - 80. നമുക്ക് വില അറിയാൻ പാടാത്തത് 2-3 ഉണ്ട് ഇതിനകത്ത്, അതൊക്കെ വില കാണുവാണ്. സൈൻ 100 സൈൻ 180 - 80 ഇട്ട് കോ ഫംഗ്ഷൻ അല്ല സെയിം ഫംഗ്ഷനാണ് 180 വരുമ്പോൾ സൈൻ 80. പിന്നെ 100 എന്ന് പറയുന്നത് സെക്കൻഡിൽ കിടക്കുന്നു, അവിടെ എസ് എസ് ആയതുകൊണ്ട് പോസിറ്റീവ്. അതിൻ്റെ വില 0.98 കാൽക്കുലേറ്ററിൽ നിന്ന് അടിച്ചെടുക്കാൻ പറ്റും. സൈൻ 150 അറിയത്തില്ല. സൈൻ 180 - 30 180 വന്നപ്പോൾ സെയിം ഫംഗ്ഷൻ സൈൻ 30. ഇത് 150 സെക്കൻഡിൽ കിടക്കുന്നു, അവിടുത്തെ എസ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ അതായതുകൊണ്ട് പോസിറ്റീവ്. അത് 0.50 വില കിട്ടും. സൈൻ 200 അറിയത്തില്ല. സൈൻ 200 സൈൻ 180 + 20 150 വന്നിട്ട് സെയിം ഫംഗ്ഷൻ സൈൻ 20 തന്നെ, പക്ഷേ 200 തേടി കിടക്കുന്നു, അവിടുത്തെ അക്ഷൻ ടി ക്വസ്റ്റ്യൻ ടി അല്ല, അതുകൊണ്ട് ആൻസർ -0.3. ഇനി സൈൻ 270 -1 ആണെന്നും സൈൻ 180 0 ആണെന്നും സൈൻ 45 1/√2 0.7 ആണെന്നും കൂടി എഴുതി വെച്ചാൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ഏറ്റവും ചെറിയ വില -1 വരുന്നതാണ് സൈൻ 270. പിന്നെ വരുന്നത് -0.3 വരുന്ന സൈൻ 200. പിന്നെ വരുന്നത് 0 വരുന്ന സൈൻ 180. പിന്നെ വരുന്നത് 0.50 വരുന്ന സൈൻ 150. പിന്നെ വരുന്നത് 0.7 വരുന്ന സൈൻ 45. പിന്നെ വരുന്നത് 0.98 വരുന്ന സൈൻ 100. ഇത്ര എഴുതാനേ ഉള്ളൂ. സൈൻ എക്സ് 1/4 ഇത് ലാസ്റ്റ് കണക്കല്ലേ. സൈൻ എക്സ് 1/4 എക്സ് 90നും 180ക്കും ഇടയ്ക്കാണെങ്കിൽ കോസ് എക്സ് കാണുക. 1/4 സൈൻ എക്സ് അറിയപ്പെടുത്തിയപ്പോൾ √4² - 1² √15 കിട്ടി. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് √15/4. പിന്നെ എക്സ് എവിടെയാണെന്ന് പറഞ്ഞത് 90നും 180ക്കും ഇടയ്ക്കാന്ന് പറഞ്ഞാൽ അത് സെക്കൻഡിൽ പക്ഷേ എസ് ആണ്. സൈനും കോസിക്കും അല്ല നമ്മളോട് ചോദിച്ച് കോസി വെച്ചിട്ട് അത് നെഗറ്റീവാണ്. ഇനി സൈൻ x/2 കാണുക എന്നൊരു ചോദ്യം, അതോടെ തീരുവാണ്. നമുക്ക് cos 2xനെ 1 - 2 sin² x എന്നൊരു ഫോർമുലയുണ്ട്. രണ്ട് സൈഡും ആംഗിൾ പകുതിയാക്കുമ്പോൾ cos x 1 - 2 sin² s/2 എന്ന് കിട്ടും. നമുക്ക് sin s/2 ആണ് വേണ്ടത്, അതുകൊണ്ട് ഇങ്ങനെ ആംഗിൾ പകുതിയാക്കി. cos xൻ്റെ -√15/4 1 - 2 sin² s/2. അപ്പോൾ 2 sin² s/2 1 + √15/4 4 അടിച്ചെടുത്തപ്പോൾ 4 + √15. അപ്പോൾ sin² s/2 4 + √15/8. അപ്പോൾ sin s/2 √4 + √15/8. എക്സ് 90 ഡിഗ്രിക്കും 180ക്കും ഇടയ്ക്കാണെങ്കിൽ s/2 0ക്കും 90നും ഇടയ്ക്കാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഏത് ആംഗിളിൻ്റെയും വിലകൾ പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ആൻസർ പോസിറ്റീവാണ്. √4 + √15/8. അങ്ങനെ എല്ലാ കണക്കുകളും ഞാൻ തീർത്തിട്ടുണ്ട്. ഇത് ഈ ക്ലാസ്സും കൂടെ കൂടിക്കഴിയുമ്പോൾ ട്രിഗ്നോമെട്രി പകുതി വെച്ച് 34 കണക്കാണ് പകുതിയുള്ള 17 കണക്ക് വെച്ച് 2 പരീക്ഷ ഞാനിടും. 17 കണക്ക് വെച്ചുള്ള 2 പരീക്ഷ നിങ്ങൾ എഴുതണം. പല ക്വസ്റ്റ്യൻസും ഒരുപോലെയൊക്കെ തന്നെ വരുന്ന കണക്കുകളാണ്, അങ്ങനെ വിഷമമൊന്നുമില്ല. ഫോർമുല പഠിച്ചുള്ളവർക്ക് വളരെ സിമ്പിളാണ്. 34 കണക്ക് ഞാൻ തീർത്തിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് എഴുതി നോട്ട് കംപ്ലീറ്റ് ആക്കി ഇത്രയും കണക്കുകൾ പഠിച്ചേക്കും.